വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാഹി സെൻസർ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ടൊറീനിയ പ്ലാന്റ് അല്ലെങ്കിൽ വിഷ്ബോൺ ഫ്ലവർ അല്ലെങ്കിൽ ക്ലോൺ ഫ്ലവർ എന്നറിയപ്പെടുന്ന നിറയെ പൂക്കുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. ഈ കാണുന്നതാണ് ആ പ്ലാന്റ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ടൊറേനിയ ഫോർനേറി എന്നാണ്. ഒരു ഫ്ലവർ തന്നെ ട്രൈ കളറായിട്ടാണ് ഇതിൽ വരുന്നത്. ഇപ്പം 3 കളർ ഇത് കാണിക്കുന്നുണ്ട്. ട്രൈ കളറായിട്ട് ആണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വിത്ത് യെല്ലോ മാർക്കിങ്, അതായത് നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഇട്ടതുപോലെ എല്ലാ കളറിലും ഒരു യെല്ലോ മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് കളറുണ്ട്. വൈറ്റ് പിങ്ക്, വൈറ്റ് റോസ്, ഡീപ്പ് ബ്ലൂ എന്നീ കളറിലും അതിൻ്റെ 10 ഷെയ്ഡുകളിലും ഈ പ്ലാന്റിനെ കാണാൻ കഴിയും. ഇത് വൈറ്റ് പിങ്കുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇതിപ്പം 3 ടൈപ്പിലുള്ള ചെടികളാണ് ഉള്ളത്. അതായത് ഡീപ്പ് ബ്ലൂ, വൈറ്റിൽ ഡീപ്പ് ബ്ലൂ ചേർന്ന് ഒരെണ്ണം, പിന്നെ വൈറ്റിൽ പിങ്ക് കളർന്ന് ഒരെണ്ണം, പിന്നെ വൈറ്റിൽ വയലറ്റ് ഷെയ്ഡുള്ള ഒരെണ്ണം. അങ്ങനെ 3 കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. സീസണൽ പ്ലാന്റാണ്, ആനുവൽ പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരു വർഷം നമുക്ക് അതിൻ്റെ സൈക്കിൾ പൂർത്തിയാക്കുന്നത് വരെ പൂവിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വർഷം ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സമ്മറിൽ ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിച്ചു പോകും. നശിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ വിത്തുകൾ വീണിട്ട് അടുത്ത സീസണിൽ ധാരാളം തൈകൾ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം വിത്തുകൾ വീണ് പൊടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചട്ടിയിലല്ല നമ്മൾ വെക്കുന്നതെങ്കിൽ, തറയിലാണ് വെക്കുന്നതെങ്കിൽ, എല്ലാ വർഷവും നമ്മൾ അവിടെ വിത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ തൈകൾ ഇങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് ചെറിയ ഹൈറ്റുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ 12 മുതൽ 15 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ വളർച്ച. വിത്ത് പാകി കഴിഞ്ഞ് ഒരു 15 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് മുളയിട്ട് വരും. ഏതാണ്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും ഈ തൈ നല്ല പാകമായി നല്ല പൂ പിടിക്കാൻ പരുവമായി നിൽക്കും. അപ്പോൾ ഇതിന് പൂ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ആ പൂവ് വിത്താകാതെ അതിനെ നുള്ളിയെടുക്കണം. അതിൻ്റെ മണ്ട നുള്ളിയെടുത്ത് കളഞ്ഞാൽ അതിൻ്റെ 2 സൈഡിൽ നിന്നും ശാഖകൾ ഉണ്ടാവുകയും ആ ശാഖകൾ നിറയെ പൂ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലായാലും തറയിലായാലും ഒരു 10-20 തൈ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അത് വളർന്നു കഴിയുമ്പോൾ ഭയങ്കര ബുഷിയായിട്ട് ഇങ്ങനെ ജണ്ട് പോലെ വട്ടത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ പ്ലാന്റിൻ്റെ മലയാളം പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വിഷ്ബോൺ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു കാരണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ഇതിൻ്റെ 2 സ്റ്റെമ്മുകൾ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വളർന്നു വന്നിട്ട് 2 പൂവുകൾ ഉണ്ടാകുമ്പോൾ 2 സ്റ്റെമ്മിലും ഉള്ള ഫ്ലോറ് മിഡിൽ ഭാഗത്ത് കൂട്ടിമുട്ടും. അപ്പോൾ അത് കാണാൻ ചിക്കൻ വിഷ്ബോൺ പോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിന് വിഷ്ബോൺ എന്നുള്ളൊരു പേര് കൂടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് വിങ് ഷേപ്പ്ഡ് പെറ്റൽസ് വന്നിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു ബ്ലൂ വിങ് ഫേസും ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ക്ലൗൺ ഫ്ലവർ എന്ന് വിളിക്കും. അപ്പം നല്ല ഈ ബ്ലൂ ഫേസ് കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ മഞ്ഞ പൊട്ടുമായിട്ട് പെറ്റൽസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്ലൗൺ ഫ്ലവർ എന്നും വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ഫുൾ സൺ വേണം ഇതിന്. നല്ല വെയിലുള്ള ഭാഗത്ത് നിന്നാലാണ് ഇതിന് കൂടുതൽ പുഷ്പങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഫുൾ സൺ വേണം. പിന്നെ നല്ല വാട്ടറിങ് വേണം. അപ്പോൾ ഇതിന് എപ്പോഴും നല്ല നനവ് തളിച്ചു കൊടുക്കണം. പിന്നെ വിശേഷിച്ച് സമ്മർ കാലത്ത് ഇത് നശിക്കും എങ്കിലും ആ സമ്മർ കാലത്ത് നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും. 2 നേരം വാട്ടറിങ് ചെയ്യുവാണെങ്കിൽ ഇതങ്ങനെ നിലനിൽക്കും. ഇതൊരു 15 ദിവസം കൊണ്ട് തീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പിന്നെ റീപ്ലാന്റ് ചെയ്യാനൊരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിനെ റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഇതിപ്പം പാകമായി ഉണങ്ങി വരുമ്പോൾ ഇതിൻ്റെ വിത്താണ് പൊട്ടി വീണിട്ട് പിന്നീട് അടുത്ത സീസണിൽ ഇതിൻ്റെ തൈകൾ മുളയ്ക്കുന്നത്. അപ്പം അതിൻ്റെ വിത്ത് പറിച്ചെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് ഒരു വിത്തിൻ്റെ ഒരു കൂമ്പ് പോലൊരു സാധനം ഉണ്ടാവും. ആ കൂമ്പിനകത്ത് നിറയെ ഇതിൻ്റെ വളരെ മൈക്രോ ആയിട്ടുള്ള വിത്തുകളാണ്. വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ള വിത്താണ് ഇതിനകത്തുള്ളത്.
സമ്മറിൽ നശിച്ചു പോകുമെന്ന് പറയുമെങ്കിലും നമ്മൾ സൂക്ഷിച്ചാൽ ഈ പൂവ് ഇങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം നല്ല സമ്മറുള്ള സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൂ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, നിറയെ പൂക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും കൊടുക്കണ്ട, കൊടുക്കാതെ തന്നെ ഇതിൽ നിറയെ പൂ പിടിക്കും. പിന്നെ കുറച്ചുകൂടി നമുക്ക് പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ചാണകവെള്ളം കലക്കി തലേന്ന് വെച്ചിരുന്നിട്ട് പിറ്റേന്ന് ഒരു ശകലം വീതം തളിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ജെർമിനേഷൻ എന്ന് പറയുന്നത്, പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം, മുകളിലത്തെ മണ്ടയൊടിച്ച് വളരെ ശ്രദ്ധയോടെ കുത്തിയാൽ ഇത് പിന്നെ വളർന്നു വരുന്നതാണ്. അപ്പം നല്ല വാട്ടറിങ്ങും ഒക്കെ കൊടുത്താൽ ഇത് വളർന്നു വരും. പിന്നെ ഇതിൻ്റെ ജെർമിനേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ സീഡ്. അപ്പോൾ ഈ സീഡ് അതിൽ നിന്ന് നുള്ളി നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇതിനകത്ത് ഒരു വിത്തുണ്ട്. ഈ പൂ വന്നതിന് ശേഷം അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു കുമിള പോലെ ഇങ്ങനെ മുട്ട് പോലെ ഉണ്ടാവും. അതിനകത്താണ് ഈ സീഡ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സീഡ് ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് തനിയെ, സാധാരണ ഇത് തനിയെ വീണ് പൊടിക്കലാണ് പതിവ്. പിന്നെ നമുക്ക് ഇത് പ്ലാന്റായിട്ട് വളർത്തി സംരക്ഷിച്ചെടുക്കുമ്പോൾ ഈ സീഡ് നുള്ളി എടുത്തിട്ട് പാകി വയ്ക്കാം. അങ്ങനെ ഞാൻ പാകിയിട്ടുള്ള ചെറിയ വളരെ മൈക്രോ ആയിട്ടുള്ള ചെടിയായിട്ടാണ് ഇത് വളർന്നു വരിക. നമുക്ക് ഇത് വളർന്ന് 2 ഇല ആകുന്നത് വരെ കാണാൻ കഴിയാത്ത അത്ര ചെറുതായിരിക്കും. അപ്പോൾ വളരെ മൈക്രോ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, മൈക്രോ ആയിട്ടുള്ള തൈ ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിങ്ങനെ പാകിയെടുത്ത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ പാകിയില്ലെങ്കിലും ഇതിൻ്റെ നാച്ചുറലി ഇത് തറയിൽ വീണ് ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറയിൽ വീണ് കിടന്നിട്ട് ഇങ്ങനെ നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേക്കും കുപ്പച്ചീര പൊടിക്കും പോലെ ഇങ്ങനെ പൊടിച്ചു വരും. ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത് സാധാരണ ഗാർഡൻ സോയിലാണ്. അപ്പം മണൽ കിട്ടാൻ നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഗാർഡൻ സോയിലിൽ നട്ടിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൽ കുറച്ച് ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല സമൃദ്ധിയായി പൂ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൂ ഒരാഴ്ച തന്നെ, ഒരു പൂ വിരിഞ്ഞാൽ ഒരാഴ്ച തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവും എക്സ്പീരിയൻസുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.